അന്ന് ആ കടലിൽ ചാടി ജീവൻ ഒടുക്കിയിരുന്നെങ്കിൽ ഇന്നിപ്പോ ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുമായിരുന്നോ? വേണ്ട പേട്ട, ഞാനതൊന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാം മറന്നതാ. എന്തിനാ ഈ നേരത്തെ അതൊക്കെ? സോറി സോറി സോറി, ഞാൻ അതൊന്നും ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അതൊക്കെ വിട്ടേക്ക്. ദേ, ഇത് പുതിയ ലൈഫാ. എല്ലാം മറന്ന് നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം. അഭേട്ട, ഇതെന്റെ 2ാം ജന്മോ. ഇതെനിക്ക് നൽകിയത് അഭേട്ടനാ. അന്ന് അഭേട്ടൻ എന്നെ രക്ഷിച്ചതുകൊണ്ടാ എനിക്കിപ്പോ ഒരു ജീവിതം ഉണ്ടായത്, ഈ സൗഭാഗ്യങ്ങളെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് ഈ ജന്മം മുഴുവൻ ഞാൻ അഭേട്ടന് കടപ്പെട്ടവളായിരിക്കും. അഭേട്ടന്റെ സന്തോഷം എനിക്ക് പ്രധാനം. അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറാ. പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട്. ആഗ്രഹോ? എന്താഗ്രഹം? അതെനിക്ക് പറയാമോന്നറിയില്ല. പറഞ്ഞോളൂ. തന്റെ ഏതാഗ്രഹവും ഇനി മുതൽ താൻ എന്നോടല്ലേ പറയേണ്ടത്. അഭേട്ട, ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴാ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾ ഉപേക്ഷിച്ചു പോയത്. അതിനുശേഷം വളരെ കഷ്ടപ്പെട്ടിട്ടാ അമ്മ ഞങ്ങളെ വളർത്തിയത്. അമ്മയ്ക്ക് ഞാനെന്ന് വെച്ച ജീവനാ. എന്നെ വിട്ടിട്ട് അമ്മയ്ക്കൊരു ജീവിതം ഇല്ല. ഇന്ന് തന്നെ വളരെ വിഷമിച്ച അമ്മ ഇവിടുന്ന് പോയത്. അമ്മയെ പിരിഞ്ഞിരിക്കുന്ന വിഷമം എനിക്കും ഉണ്ട്. പറ്റില്ല അഭേട്ട. ഒരുപാട് ദിവസമൊന്നും അമ്മയ്ക്ക് എന്നെയും എനിക്ക് അമ്മയും പിരിഞ്ഞിരിക്കാനാവില്ല. അതുകൊണ്ട് ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യുവാ. എന്റെ അമ്മയും കൂടി നമുക്കൊപ്പം ഈ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റോ? അഭേട്ടനെന്താ ഒന്നും മിണ്ടാത്ത? അല്ല അഞ്ജു, അമ്മയെ നമ്മളോടൊപ്പം ഇവിടെ താമസിപ്പിക്കുന്നതില് എനിക്ക് വിരോധമൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഈ വീട്ടിലെ തീരുമാനങ്ങൾ എടുക്കുന്നത് മുത്തശ്ശിയും അച്ഛനും വലിയച്ഛനും ഒക്കെയാണ്. ഏതായാലും സമയവും സന്ദർഭമൊക്കെ ഒത്തുവരട്ടെ. ഞാൻ ഈ കാര്യം അവരോട് സംസാരിക്കാം. മതി, അത് മതി. എനിക്കിത് കേട്ടാ മതി.